കേരളത്തിലെ BJP നേതാക്കളും സ്ഥാനാർത്ഥികളുമായ PC ജോർജും മകൻ ഷോൺ ജോർജും ഏറ്റവും ഒടുവിൽ ചില ബിഷപ്പുമാരായിട്ടുള്ള ഒരു തർക്കം, അതാണ് ഇടക്കാലത്ത് രാഷ്ട്രീയത്തിൽ കാര്യമായിട്ട് ചർച്ചയായിരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ ചിന്തിച്ചു, കേരളത്തിൽ BJPക്ക് ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വളരണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാര്യമായ സ്വാധീനം വേണം. അതിനുവേണ്ടി ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയൊക്കെ അവർ നടത്തി. അപ്പോൾ അത് ചില സ്ഥലത്ത് വിജയിച്ചു, ചില സ്ഥലത്ത് തിരിച്ചടിയായി. ഇപ്പം വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ അതിൻ്റെ അരോഗതി ഉണ്ടാവും. ഈ അടുത്ത് FCRA പ്രശ്നം വന്നു, അതിൻ്റെ ഒരു തർക്കം വന്നു. അപ്പം കേരളത്തിലെ BJPക്ക് ഇതിനെ ഒരു അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരുപാട് ചലനങ്ങളൊക്കെയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP ക്രിസ്ത്യൻ സഭയെ ഒരു പർവ്വതീകരിച്ച് കാണുകയാണോ ചെയ്യുന്നത്? സത്യത്തിൽ അവരുടെ ശക്തിയേക്കാൾ കൂടുതൽ അവരെ ഒരു അംഗീകാരം BJP നൽകുന്നുണ്ടോ? അവർ കേരളത്തിലെ ജനസംഖ്യാപരമായി നോക്കുമ്പോൾ ഏതാണ്ട് 18.5% ഇന്ന് ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. 1960 മുതൽ കേരള രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സഭകൾ നിർണായകമായ റോൾ വഹിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2001 തെരഞ്ഞെടുപ്പ് വിമോചന സമരകാലം മുതലേ വിമോചന സമരം കഴിഞ്ഞുള്ള ഇലക്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1960 ഇലക്ഷൻ 60 മുതൽ 2001 വരെയുള്ള ഇലക്ഷനിൽ ക്രിസ്തീയ സഭകൾക്ക് വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. കാരണം അവർ പരസ്യമായിട്ട് തന്നെ അവർ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തിനെതിരായ ശക്തമായ നിലപാടും അതേസമയം തന്നെ കോൺഗ്രസ് വിജയിക്കാനും കോൺഗ്രസിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമായിട്ടാണ് സഭ ആദ്യത്തെ എലക്ടഡ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത കാണിച്ചതും ഈ സഭയായിരുന്നു. യഥാർത്ഥത്തിൽ വിമോചന സമരം ശ്രീ മന്നത്ത് പത്മനാഭനെ പോലുള്ള ഒരു മുന്നിലുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഈ സഭകളുടെ ഒരു പ്രോഡക്റ്റ്. കാരണം അന്ന് വിദ്യാഭ്യാസ ബില്ലിനെതിരെയും ബഹിഷ്കരണ ബില്ലിനെതിരായിട്ടുമൊക്കെ യഥാർത്ഥത്തിൽ സഭയുടെ സ്വരമാണ് പിന്നെ വിമോചന സമരമായിട്ട് വന്നതും. പിന്നീട് 60 മുതൽ അവർ നിറഞ്ഞു നിന്നിരുന്നു. വിശേഷിച്ചും ഈ K കരുണാകരൻ കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നതോടെ ഈ ജാതി മത വിഭാഗങ്ങൾക്ക് വലിയ മേൽക്കോയ്മ കിട്ടി. അത് 70-കൾ മുതൽ നമുക്ക് കാണാം. ഇപ്പം ഉദാഹരണത്തിന് 82 K കരുണാകരൻ്റെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആ ഇലക്ഷനിൽ കേരളം ചരിത്രം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണൽ അലയൻസ് ആയിരുന്നു. അതായത് എല്ലാ കേരള കോൺഗ്രസുകളും NSS രൂപീകരിച്ച NDP, SNDPയുടെ SRP, ധീവരുടെ DLP തുടങ്ങിയിട്ടുള്ള ഒരു ഡസൻ പാർട്ടികളെ വെച്ചിട്ടാണ് K കരുണാകരൻ സാമുദായിക പാർട്ടികളുടെ ഒരു ആ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് 87 EMS നമ്പൂതിരിപ്പാട് ഇത് സവർണ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഒരു വർഗീയ ശക്തികളുടെയും സപ്പോർട്ടില്ലാതെ 1987 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വൻ വിജയം നേടുകയുണ്ടായി. വൻപിച്ച പോളിംഗ് ശതമാനം, ഏറ്റവും ഉയർന്ന ഒരു പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു 1987. അതിൽ കേരള കോൺഗ്രസിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ലോനപ്പൻ നമ്പാടനെ മാത്രമാണ് അന്ന് അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ പുറത്തു ചാടി വന്ന ഒരാളാണ്. അപ്പോൾ ആ പുറത്തു ചാടി വരിക മാത്രമല്ല, കരുണാകരൻ്റെ ഗവൺമെൻറ് 70 ദിവസം കഴിഞ്ഞ ഗവൺമെൻറ് താഴെ പോകേണ്ടി വന്നത് ഇരട്ട കാര്യത്തിലാണല്ലോ. അപ്പം അതല്ല, ഈ ഇടതുപക്ഷത്തിലേക്ക് വന്ന കേരള കോൺഗ്രസ്സുകാരൻ എന്ന തരത്തിൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിച്ചു. പിന്നീട് ക്രമേണ കേരള രാഷ്ട്രീയം മാറുകയായിരുന്നു. നമ്മൾ 2001 തിരഞ്ഞെടുപ്പിലും സഭയ്ക്ക് വലിയ റോളുണ്ടായിരുന്നു. അപ്പം അതിൽ ഈ കേരള ചരിത്രത്തിൽ നമ്മൾ UDFൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ UDF 100 സീറ്റുകൾ നേടി വിജയിച്ച ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സീറ്റ് വാങ്ങി വിജയിച്ച അവസാന തിരഞ്ഞെടുപ്പ് 2001 നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു. 2006 ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDF ദയനീയമായ തിരിച്ചടികൾ നേരിടുകയുണ്ടായി. ഇതിൽ 2011 UDF വിജയിച്ചുവെങ്കിലും ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണ്. അതിൽ വോട്ടിംഗ് ശതമാനത്തിലും വ്യത്യാസം ഉണ്ടായില്ല. സീറ്റിൽ മാത്രം 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് അധികാരം കിട്ടിയതെങ്കിലും ഫലത്തിൽ കേരള രാഷ്ട്രീയം, നമ്മൾ കഴിഞ്ഞ 20 വർഷത്തെ കേരള രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രിസ്തീയ സഭകളുടെ രാഷ്ട്രീയമായ സ്വാധീനം ഏതാണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കുറഞ്ഞു വരികയല്ല, നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയും. കാരണം കുറഞ്ഞു വരുന്നത് ആണെങ്കിൽ നമ്മൾ 1-2 തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതാണെങ്കിലാണ് നമ്മൾ കുറഞ്ഞു വരിക എന്ന് പറയുന്നത്. ഞാനിതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്കെടുക്കുമ്പോൾ 5 തെരഞ്ഞെടുപ്പുകൾ എന്ന് ഉദ്ദേശിച്ചത്
2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 3 ലോക്കൽ ബോഡി ഇലക്ഷനും, അതായത് ലോക്സഭയെ ഞാനിവിടെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ, അതായത് 2015-ലും 20-ലും 25-ലെ ലോക്കൽ ബോഡി ഇലക്ഷനും ലാസ്റ്റ് 3 ലോക്കൽ ബോഡി 2 നിയമസഭ 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ സഭകൾ കൊടുത്ത അല്ലെങ്കിൽ ഇടയ ലേഖനങ്ങൾക്കൊന്നും ഈ യാതൊരു തരത്തിലുമുള്ള വാല്യൂ ഉണ്ടായില്ല. അതിനെതിരായിട്ടാണ് വോട്ട് ചെയ്തതും. ക്രിസ്ത്യൻ സ്വാധീന മേഖലകളിലെല്ലാം തന്നെ ഇടതുപക്ഷം വൻ വിജയം നേടുകയും ചെയ്തു. അല്ല, ഇതിനകത്ത് എനിക്കൊരു ചെറിയ സംശയം. ഈ 2016-ലും 2021-ലും ഇടതുപക്ഷം വിജയിക്കുന്നത് ന്യൂനപക്ഷങ്ങളിൽ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. അന്ന് അതിനെതിരായ നിലപാടായിരുന്നു ക്രിസ്ത്യൻ സഭ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കാരണം അന്ന് UDF-നോടൊപ്പമായിരുന്നു. ഉദാഹരണത്തിന് 2016-ൽ UDF-നോടൊപ്പമായിരുന്നു കേരള കോൺഗ്രസ്സുകൾ. അപ്പം അന്ന് LDF-നോടൊപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ചെറിയൊരു പീസ് കഷ്ണം കേരള കോൺഗ്രസ് മാത്രമാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നീട് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വരും. മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് വരാൻ തന്നെ കാരണം ഈ സഭകളുടെ താല്പര്യത്തിനെതിരായിട്ടാണ്. സഭകൾ അന്ന് ഇടതുപക്ഷത്ത് വരുന്നതിന് സപ്പോർട്ട് ചെയ്തതല്ല. അപ്പം പലരും വിധി എഴുതിയത് മാണി ഗ്രൂപ്പിന് നഷ്ടമുണ്ടാകുമെന്നുള്ള ഒരു തരത്തിലായിരുന്നു. പാലായിൽ നഷ്ടപ്പെട്ടു എങ്കിൽ പോലും ഒരു സഭയ്ക്ക് ഒരു പക്ഷേ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നമ്മുടെ ആളുകൾ കടന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. അല്ല, അങ്ങനെ ആ തരത്തിലുള്ള ശക്തി സഭയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കേരളത്തിലെ വോട്ടേഴ്സിനെ അല്ലെങ്കിൽ ആ തരത്തിൽ ജനങ്ങളെ അവരെ വിശ്വാസികളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് സഭയ്ക്ക് നഷ്ടമായിരുന്നു. ക്രിസ്തീയ സഭകളുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ സ്വാധീനം ക്രമേണ കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കണ്ടെത്തിയത് ഇപ്പോൾ നമ്മളുടെ ഒരു ഡെമോഗ്രഫിയിലുണ്ടായ ചേഞ്ച്. അത് പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോൾ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അതുപോലെ നവജാത ശിശുക്കളുടെ എണ്ണത്തിലും ക്രിസ്ത്യൻ കുട്ടികൾ കുറവാണ്. മറ്റൊന്ന്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ മുഴുവനും ജോലിക്കും അതുപോലെ വലിയ ശതമാനം കുട്ടികൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും IT അതുപോലെയുള്ള പ്രൊഫഷണലായിട്ട് അവരെല്ലാവരും ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ട് സാങ്കേതിക വിദ്യാഭ്യാസവും അതുപോലെയുള്ള ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ശേഷം ലോക മുഴുവനും അവർ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, അമേരിക്ക തുടങ്ങി ഇംഗ്ലണ്ട് അങ്ങനെ പല രാജ്യങ്ങളിലേക്കും അതുപോലെ ഫ്രാൻസിലും അതുപോലെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ കുടിയേറുന്നുണ്ട്. മറ്റൊന്ന് പൗരത്വം തേടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മേഖലകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെറുപ്പക്കാരില്ല. ഇപ്പം നിങ്ങൾ പള്ളികളിലെ ഞായറാഴ്ച ദിവസം ചെറുപ്പക്കാർ കുറഞ്ഞു. കംപ്ലീറ്റ് മുതിർന്നവരാണ്. ആരാധനാലയങ്ങളിൽ പോലും ക്രിസ്തീയ ആരാധനാലയങ്ങളിൽ പോലും മുതിർന്നവരാണുള്ളത്. പിന്നെ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ്. ഇടത്തരം ക്രിസ്ത്യൻ യുവാക്കൾ മുഴുവൻ കേരളം വിട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഇന്ന് വളരെ ദുർബലമാണ്. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് വളരെ അത്ര ഒരു ശക്തമല്ല. അതുപോലെ തന്നെ KM മാണിക്കും അതുപോലെ 8 സീറ്റിൽ അല്ലെങ്കിൽ 9 സീറ്റിലൊക്കെ മത്സരിക്കാനുള്ള ഷെയർ ആ തരത്തിൽ മാത്രമാണ് അവിടെ ഘടകകക്ഷികളായിട്ട് കണക്കാക്കുന്നുള്ളത്. മറ്റൊന്ന്, ഇവരുടെ യുവജന സംഘടനകളുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സ്റ്റുഡൻസ് അസോസിയേഷനിൽ കേരള കോൺഗ്രസിന്റെ KSC പോലെയുള്ള സംഘടനകൾ, അതൊന്നും ഇന്ന് കേരളത്തിൽ ഇല്ല. അതിന്റെ പ്രധാന കാരണം ക്രിസ്ത്യൻ സമൂഹത്തിന് ഉണ്ടായ ഈ ഒരു പരിണാമമാണ്. നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടത്തിലെ NSSനും ഒരു പരിണാമമുണ്ട്. NSSന്റെ നേതൃത്വം പറഞ്ഞതുകൊണ്ട് സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ NSSനേക്കാൾ കുറച്ചുകൂടി, കാരണം ഒരു വീക്കിലി വൺസ് എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് ചേർന്നു. അത് വിവിധ തരത്തിലുള്ള പള്ളികളുടെ കീഴിലൊക്കെ തന്നെ ആളുകൾ ഒരുമിച്ച് വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പള്ളിക്ക് കുറച്ചൊക്കെ, മറ്റേത് NSS എന്ന് പറയുന്ന ഒരു സംഘടനയല്ലേ, മറ്റേതൊരു മതമാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ക്രിസ്ത്യാനികളിൽ ആരാധന, ഇപ്പം NSSനകത്ത് ആരാധന ഇല്ലല്ലോ. NSS എന്ന് പറഞ്ഞൊരു സാമുദായിക സംഘടനയാണ്. അതിനകത്ത് മരണാനന്തര ചടങ്ങുകൾക്ക് അവർ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സോഷ്യൽ സാധനമാണ്. മറ്റേതൊരു റിലീജിയസ് ആണ്. അവരുടെ ആരാധന രീതിയായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് എല്ലാ ആഴ്ചയും അവർ പ്രഭാഷണം നടത്തുന്നു, മതപരമായിട്ടുള്ള പ്രഭാഷണം നടത്തുന്നു. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം. അതിനെ പൊളിറ്റിക്കലി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കൊരിക്കലും ഒരു NSS SNDP എന്ന് പറയുന്ന ഒരു സർവീസ് സംഘടനകളെ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ ആയിട്ട് അതിനേക്കാൾ വളരെ ആഴത്തിൽ മതസംഘടനകൾക്ക് അവരുടെ ആ മതവിഭാഗത്തിലെ ആളുകളായിട്ട് ബന്ധം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. അത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ പഴയ കാലഘട്ടത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ
സഭകൾ നിയന്ത്രിച്ചിരുന്നത് പോലെ രാഷ്ട്രീയ രംഗത്ത് ഇന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളിൽ തന്നെ ഒരുപാട് അവർ സ്വയം അവരൊരുപാട് അവർക്കുണ്ടായ അവരുടെ രാഷ്ട്രീയ ബോധം കൊണ്ടും അവരുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുമാണ് അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രയോറിറ്റി അവർ തിരഞ്ഞെടുക്കുന്നത്, പള്ളി പറഞ്ഞതുകൊണ്ടല്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അതായിരുന്നെങ്കിലും ഇന്ന് കേരളത്തിലെ ശരാശരി ക്രിസ്ത്യാനി കുറച്ചുകൂടെ ഒരു പക്ഷേ തീരദേശ മേഖലയിൽ വേണമെങ്കിൽ നമുക്ക് ലാറ്റിൻ അതുപോലെയുള്ള വിഭാഗങ്ങളിൽ കാണുമായിരിക്കാം. മറ്റുള്ളവരും തന്നെ പള്ളി പറയുന്നത് കേൾക്കും, പക്ഷേ വോട്ട് ചെയ്യുന്നത് അവരുടെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിലും അവരാർജിച്ച അവരുടെ സാമൂഹിക ബോധത്തിൽ നിന്നുമാണ്. അതിനൊരു തെളിവ് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം നിയോജകമണ്ഡലം തീരദേശ മേഖലകളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഭകളും അതുപോലെ മുസ്ലിം പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട്. വിശേഷിച്ചും കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി കാണാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉദാഹരണത്തിന് ഇടതുപക്ഷ മുന്നണിക്ക് പാറശാലയിലും നെയ്യാറ്റിൻകരയിലും കോവളത്തുമൊക്കെ ലോക്സഭയിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി വോട്ടാണ് നിയമസഭയിൽ ലഭിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് പറ്റിയ ഇപ്പം സ്റ്റീഫനെ നിർത്തുന്നവിടെ അരുവിക്കരയെ നിർത്തുന്നു, ശെൽവരാജിനെ നെയ്യാറ്റിൻകര നിർത്തുന്നു. ശെൽവരാജല്ല, നേരത്തെ ശെൽവരാജായിരുന്നു. പിന്നീട് അതിന് പറ്റിയ ആളുകളൊക്കെ തന്നെയാണ് അവർ നിർത്തുന്നത്. അത് പാർട്ടി വേറെയാണെങ്കിലും അവരുടെ സാമുദായിക സംവിധാനത്തിനകത്ത് തന്നെയാണ് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കിപ്പം നിങ്ങൾ കേരള കോൺഗ്രസ് ആണോ, നിങ്ങൾ CPM ആണോ, ഇപ്പം കൂടുതൽ പേരും കോൺഗ്രസ് അല്ലേ. അതായത് സഭയുടെ പല ആളുകളും കോൺഗ്രസ് ആണ്. അതായത് യാക്കോബൈറ്റ്സിലുണ്ട്, മറ്റേ ഓർത്തഡോക്സിലുമുണ്ട്, എല്ലാ വിഭാഗങ്ങളിലും കത്തോലിക്കന്മാരിലുണ്ട്, എല്ലാ വിഭാഗങ്ങളിലും കോൺഗ്രസിന്റെ ആളുകളുമുണ്ട്, കേരള കോൺഗ്രസ് ആളുകളുണ്ട്. എനിക്കൊന്ന് സഭ കുറച്ചുകൂടി സ്വാധീനം അല്ല, ഇടതുപക്ഷവും സഭയിലെ ആൾക്കാർ നിർത്തുകയാണ്. ഇടതുപക്ഷവും സഭയിൽ പെട്ട ഒരാളെ തന്നെ നിർത്തുക. അങ്ങനെ വരുമ്പോഴത്തേക്കും സഭ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ വീണ ജോർജ്, പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ക്രൈസ്തവർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. ആറന്മുളയിൽ വീണ ജോർജ് നിൽക്കുന്നത്, വീണ ജോർജിന്റെ ഭർത്താവ് പള്ളിയുടെ ഭാരവാഹി ആയതുകൊണ്ട് പള്ളിയുടെ വോട്ട് കൊണ്ടാണ് വീണ ജോർജ് ജയിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ അഡീഷണൽ വോട്ടാണ്. അതിന്റെ നിർണായകമായ വോട്ട് വരുന്നത് പള്ളിയുടെ വോട്ടാണ്. അപ്പം പള്ളിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയായിട്ട് ബന്ധമുള്ള ഒരാള്, പള്ളിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പള്ളിക്ക് സ്വാധീനമുള്ളത്, എല്ലാ കാര്യങ്ങളും പള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നല്ല, പള്ളിക്ക് നല്ല ബന്ധമുള്ള ഒരാള് അവർ ഏത് പാർട്ടി ആയാലും അവർ അംഗീകരിക്കുന്നു. അതെ, മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പള്ളിക്ക് സ്വീകാര്യമല്ലായിരുന്നു. ഇന്ന് പള്ളിക്ക് സ്വീകാര്യമാകേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അതെ, ഇടക്കാലത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായ പള്ളിയിലച്ചന്മാരുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് സ്വാധീനം കുറയുമ്പോൾ നമ്മൾ മറ്റു ചില വിട്ടുവീഴ്ചകൾ തയ്യാറാകേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ 60കളിലും 70കളിലും 80കളിലും 90കളിലും ഒക്കെ സഭയായിരുന്നു ഫൈനൽ ആയിട്ടുള്ള വേർഡ്. ഇന്ന് സഭയുമായി ബന്ധപ്പെട്ടവരുടെ ചില താല്പര്യങ്ങൾ സഭയ്ക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന വീണ ജോർജിനെ സ്വീകരിക്കേണ്ടി വരുന്നത്. കാരണം പണ്ടങ്ങനെയല്ല, ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്വീകാര്യമായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP പക്ഷവും സ്വീകാര്യമാവും. ഉദാഹരണത്തിന് 2004 PC ജോർജ് മൂവാറ്റുപുഴ ജയിച്ചില്ലേ, PC തോമസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ നിന്ന് BJP NDA പക്ഷത്ത് നിന്ന് ജയിച്ചു. അതുകൊണ്ട് ഇന്ന് സഭകളുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കേരളത്തിൽ ആ തരത്തിൽ നടക്കുന്നില്ല. സഭകളുടെ താല്പര്യം കൊണ്ടോ. ഇനി ഞാൻ കണക്കുകളിലേക്ക് വരാം. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിൽ 2011 കോൺഗ്രസ് ആണല്ലോ അധികാരത്തിൽ വരുന്നത്, UDF. UDF അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ വോട്ട്, അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ അതിന് ഒരേ ശതമാനമായിരുന്നു. സീറ്റിൽ രണ്ട് സീറ്റിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഇടതു മുന്നണിയെ പരാജയപ്പെടുത്തി ഉമ്മൻചാണ്ടിയുടെ നേരത്തെ ഗവൺമെൻറ് രൂപീകരിച്ചത്. അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ നടന്ന 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചത് 37.2% വോട്ടാണ്. അതായത് സഭകളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. മനോരമ പോലെയുള്ള പത്രത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാ സർവേകളുമൊക്കെ കോൺഗ്രസിന് അനുകൂലവുമായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്ന് 37.2% വോട്ടാണ് ലഭിക്കുന്നത്. 37% വോട്ട് ലഭിക്കുക മാത്രമല്ല LDF വൻ വിജയം നേടുകയും ചെയ്തു. അതിലെടുത്ത് പറയേണ്ടത്, അന്ന് ഇടതുപക്ഷ ഘടകകക്ഷികളായിട്ട് അറിയപ്പെടുന്ന കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അന്ന് സരിതയുടെ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്നും കേരള കോൺഗ്രസ്സുകൾ മുഖ്യധാര മാണി ജോസഫ് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നുള്ള ചെറിയ പാർട്ടി മാത്രം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് UDFന് വിജയിക്കാൻ കഴിഞ്ഞില്ല. സർവേകളൊക്കെ UDFന്
അനുകൂലമായ ചില സർവേകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ 38% വീണ്ടും ചുരുങ്ങി. അതായത് 2011 46%, 37 15-ലും 2014 38% UDF-ന്. അതിന് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-ന്റെ വോട്ട് 37% ചുരുങ്ങി. അതിനുശേഷം 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഈ സമയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ന്റെ ഭാഗമായി. പക്ഷെ ആ സമയത്തും UDF-ന് 39%-ലേക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. വീണ്ടും 21 ആവുമ്പോഴേക്ക് മുസ്ലിങ്ങൾ നല്ലൊരു വിഭാഗം, ഇത് UDF-ന്റെ വോട്ടല്ല, അപ്പൊ UDF-ന്റെ വോട്ട് കുറയുന്നത് മുസ്ലിങ്ങൾ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത് കൊണ്ടാണ്. അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ സഭകളുടെ ശക്തി കേന്ദ്രങ്ങൾ താരതമ്യേന മുസ്ലിങ്ങൾ കുറവായിട്ടുള്ള പ്രദേശങ്ങൾ, വിശേഷം കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഉള്ള പല മണ്ഡലങ്ങളിലും മുസ്ലിങ്ങളുടെ വോട്ട് വളരെ കുറവാണ്. 2-3 മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മേഖലകളിൽ പോലും ഇടതുപക്ഷം കടന്നു കയറുകയുണ്ടായി. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം അതാണ്. അതായത് ഈ നമ്മൾ പറയുന്ന ക്രിസ്തീയ മേഖലകളിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് 2016-ലും 2021-ലും MLA-മാരായതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വിജയം വരിക്കുകയും ചെയ്തു. 2025 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കേരളം മുഴുവനുമായിട്ട് മുസ്ലിം സമൂഹം, ന്യൂനപക്ഷ സമൂഹം UDF-നോടൊപ്പം നിന്നിട്ടും 38.8% വോട്ടാണ് UDF-ന് അവസാനത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ലഭിക്കുന്നത്. ഇതിൽ നമ്മൾ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും UDF-ന് അഡ്വാൻറ്റേജ് ഉണ്ടായി. പത്തനംതിട്ടയിൽ ഒരു തരത്തിൽ വേണമെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടായെന്ന് പറയാം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ മേഖലകളിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF നല്ലവണ്ണം മുന്നേറിയിരുന്നു. അതായത് 6 ജില്ലകളിൽ മലപ്പുറം, എറണാകുളം, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും UDF-ന് മേലുണ്ടായത്. പക്ഷേ UDF-ന്റെ വോട്ട് ഷെയർ ആ തരത്തിൽ വളർന്നിട്ടില്ല. മാത്രമല്ല മറ്റു പല ജില്ലകളിൽ, ഇപ്പം ആലപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സഭകൾക്ക് ചില ഡോമിനൻസ് ഉണ്ടായിരുന്ന മേഖലകളുണ്ട്. കൊല്ലം, ആലപ്പുഴ മേഖല, അതെല്ലാം തന്നെ ഇടതുപക്ഷത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം കൂടുതൽ ശക്തി ആർജിക്കുന്നു. ഒരു ഭാഗത്ത് മുസ്ലിം പോളറൈസേഷൻ അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ സഭകൾക്ക് ആ തരത്തിലുള്ള മേൽക്കോയ്മയില്ല. അപ്പം ഇവിടെയാണ് ഞാൻ BJP-യുടെ ഈ സഭയും തമ്മിലുള്ള ബന്ധവും. BJP-യുടെ നേതൃത്വം വിചാരിക്കുന്നത് പോലെ സഭകൾക്ക് സഭയല്ല അവസാന വാക്ക്. പക്ഷെ ഔട്ട്റീച്ച് ഉണ്ടാക്കുന്ന ക്രിസ്തീയ സമൂഹവുമായിട്ടാണ്, ക്രിസ്തീയ സഭകളോടല്ല. അപ്പം നമ്മൾ സഭയിൽ പോയി സഭയുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉടൻ തന്നെ ഓടി നമ്മൾ അവിടെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ സഭകളല്ല ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അവരുടെ വോട്ടിംഗ് പ്രയോറിറ്റിയെ നിർണ്ണയിക്കുന്നത്. അതേസമയം അവർക്ക് സ്വാധീനമില്ല, ഞാൻ പൂർണ്ണമായും സ്വാധീനമില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ പഴയ കാലങ്ങളിൽ സഭയ്ക്കുണ്ടായിരുന്ന ആധിപത്യം ഇന്ന് രാഷ്ട്രീയ മണ്ഡലത്തിലില്ല. മാത്രമല്ല വിശ്വാസികളിൽ വലിയൊരു ശതമാനം സ്വതന്ത്രമായ നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ വിഭാഗത്തിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വാധീനം ഉണ്ടാകാം. പക്ഷേ BJP ഒരു ദേശീയ പാർട്ടി എന്നുള്ള തലത്തിൽ ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആകാം. പക്ഷേ അത് പ്രീണന തലത്തിലോ അല്ലെങ്കിൽ സഭയുടെ മേലധികാരികളെ കണ്ടതുകൊണ്ട് മാത്രം ചില തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്കൊന്നും തന്നെ ഇതുണ്ടാവില്ല. മാത്രമല്ല ഇപ്പം വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവാം. അത് ആ വിഷയം നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് അത്തരം തർക്കങ്ങളുണ്ടാകുന്നു? അവിടെ പലപ്പോഴും കേരളത്തിലുള്ള ആളുകളാണ് പലപ്പോഴും ആക്രമണത്തിന് വിധേയമാകുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഈ ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ ആക്രമണം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് മലയാളി സാന്നിധ്യമുണ്ട്. അത് വേറൊരു വിഷയമായതുകൊണ്ട് നമുക്ക് ആ തരത്തിൽ അതിനെ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്.